നമസ്കാരം, പാലക്കാടാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരുപാട് തവണ അതുവഴി ട്രെയിനിൽ യാത്ര പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ കോയമ്പത്തൂരിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്ന ഇന്റർസിറ്റിയിൽ കയറിയിട്ട് ആദ്യം തിരൂർ ഇറങ്ങും, എന്നിട്ടാണ് അവിടുന്ന് നേരെ കടലുണ്ടിയിലേക്ക് പോവുക. രാവിലെ 6:40 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മംഗളൂരുവിലേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ഇവിടുന്ന് രാവിലെ 7 മണിക്കാണുള്ളത്. നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറി അവിടെ വെയിറ്റ് ചെയ്യാം. ട്രെയിൻ നമ്പർ 22-610 ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 3 കടന്നു വരികയാണ്. WP4 ആണ് ലോക്കോമോട്ടീവ്. സെക്കൻഡ് സീറ്റിംഗ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്, D2. അണ്ടർസോഡിലൊക്കെ ഇവിടുന്ന് കയറാൻ നല്ല തിരക്കുണ്ട്. സെക്കൻഡ് സീറ്റിംഗിൽ വരെ നല്ല തിരക്കാണ്. 7:15 പാലക്കാട് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. പിന്നെ ഈ ട്രെയിനിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ഒറ്റപ്പാലം. രാവിലെ തന്നെ കുറേ ടീംസ് കയറിയിട്ട് ഫസ്റ്റത്തിൽ പാട്ട് വെക്കുക. അതുപോലെ തന്നെ എന്താ ഒരു സെക്കൻഡ് ഷൂട്ടിംഗ് ആണ്, അതിനകത്താണ് ഈ കാണുന്നത്. നമ്മളിത് സൂം ചെയ്തിട്ട് തന്നെ എടുക്കുന്നത്. നല്ല രീതിയിൽ ഒറ്റത്തിൽ പാട്ട് വെച്ചിട്ട് ഒരുത്തന്നെ സീറ്റിലേക്ക് മുകളിൽ കയറുന്നിട്ടാണ്. 7:40 ട്രെയിൻ ഇപ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അണ്ടർസോഡിലൊക്കെ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ട്രെയിൻ ഇപ്പോൾ 100-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഉത്കൃഷ്ട കോച്ചിൻ്റെ പരമാവധി വേഗത 110 സ്പീഡ് കുറയുകയാണ്. ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ ഷൊർണൂർ ലൈനിലേക്ക് കയറി. ഇത് നേരെ വടക്കാഞ്ചേരി തൃശ്ശൂർ. വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ലൈനാണിത്. അങ്ങനെ ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 7:42 ഷൊർണൂർ ജംഗ്ഷനിൽ ട്രെയിൻ എത്തേണ്ടത്. ഇപ്പോൾ 8:02. കുറച്ച് ഡിലേ ആണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യും, അതായത് തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിനെ. അതിപ്പോൾ തിരുനാവായിലുണ്ട്. ഈ വണ്ടി സ്ലോ ആക്കുമെന്ന് അറിയില്ല. അതായത് ആ വണ്ടീനെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ തിരൂരെത്തിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കടലുണ്ടി ഭാഗത്തേക്ക് പോവാം. ഓവർടേക്ക് ചെയ്യട്ടെ എന്തായാലും. തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിനെ ഇതാ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാണ്. ഇത് ഒരുപാട് നേരമായി ഇവിടെ വന്നിട്ട്. പാലക്കാടിൽ നിന്നും 89 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിപ്പിത തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 8:53. ഇവിടുന്നൊക്കെ അണ്ടർസോഡിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് നോക്കിയേ. തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ഇന്റർസിറ്റി ഇതാ ഇവിടെ നിന്ന് എടുത്തു. തിരൂർ എന്നുള്ള ഒരു ബോർഡൊക്കെ അവിടെയുണ്ട്. അത്യാവശ്യത്തിന് നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തിരൂർ. നേരെ പുറത്തേക്ക് പോകാനുള്ള വഴി അതിലൂടെയാണ്. ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ലോഡ്ജൊക്കെ ഉണ്ട്. ഈ തിരൂരിൽ തന്നെ റെയിൽവേൻ്റെ അടിപൊളി റിട്ടയറിംഗ് റൂം സൗകര്യമൊക്കെ ഉണ്ട്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടൊരു സ്റ്റേഷൻ കൂടിയാണ് ഈ ഒരു തിരൂർ. പാർക്കിംഗ് ഒക്കെ ഇതാ ആ ഭാഗത്തേക്കാണ്. എന്തായാലും ഇവിടെയൊക്കെ നല്ല വികസനമുണ്ട്. ഞങ്ങളെന്തായാലും തിരൂരിലേക്കായിട്ട് എന്തായാലും മറ്റൊരു ദിവസം വരാം. ഇന്നിനിപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ വരാനായി. ഇതിലൂടെ ബസ്സൊക്കെ വരുന്നത് കാണാം. ഇനിയിപ്പം നേരെ പോയി ടിക്കറ്റ് എടുക്കാം. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. റിട്ടയറിംഗ് റൂമുള്ളത് ഇതാ ഇവിടെയാണ്. AC റൂംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കണ്ടില്ലേ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഈ ഭാഗത്തെ വൃത്തി നോക്കിയേ. ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടി വരിക. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് റൂം സൗകര്യമുണ്ട്. പിന്നെ അങ്ങ് അവിടെ റെൻ്റ് ബൈക്ക് സൗകര്യമുണ്ട്. അത്യാവശ്യത്തിന് ഇവിടേക്ക് ഇരിക്കാനുള്ള സൗകര്യം നോക്കിയേ. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ആകെ ഉള്ളത്. 9:03 പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ വണ്ടി വരികയാണ്. താനൂരും പരപ്പനങ്ങാടിയും വള്ളിക്കുന്നും കഴിയാനുണ്ട്. എന്തായാലും സീറ്റൊന്നും മിക്കവാറും കിട്ടൂല, നല്ല തിരക്കുണ്ട് ഇതിൽ. 9:36 അങ്ങനെ കടലുണ്ടിയിലെത്തി.
സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ട്രെയിൻ ഇതാ ഇവിടെ നിന്ന് പോവുകയാണ്. കടലുണ്ടി സ്റ്റേഷൻ്റെ കോഡ് KN ആണ്. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലെവൽ ക്രോസിംഗ് ഒക്കെ കാണാം. ഒരു ബസ് ഇതാ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ഇതിലൂടെ 2 ട്രെയിനുകളൊക്കെ കടന്നു പോകാനുണ്ട്. അതിൻ്റെ ഒരു സമയമായി. പിന്നെ ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളേ ഉള്ളൂ. പിന്നെ നടുക്കൊരു എക്സ്ട്രാ ട്രാക്ക് കൂടി ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു വളവിലുള്ള ഒരു സ്റ്റേഷനാണ്. പിന്നെ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഇതിലൂടെ ഒരു ചെറിയൊരു റോഡൊക്കെ ഉണ്ട്. എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ഇതാ കടന്നു വരികയാണ്. നല്ലൊരു വളവാണ് അവിടെ. നേരത്തെ നമ്മൾ പാലക്കാട് നിന്ന് ഇൻ്റർസിറ്റിയിൽ വരുന്ന വഴിക്ക് ഒരുപാട് പേര് പാട്ടൊക്കെ ഉച്ചത്തിൽ വെച്ച് സീറ്റിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഡാൻസും കൂവലും വിളിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് കുട്ടികളാണ്. ഗോവ ഭാഗത്തേക്ക് പോകുന്നവരാകാം. കാരണം ഇതിനിപ്പോൾ നേരെ മംഗലാപുരം പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മത്സ്യഗന്ധ കിട്ടുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ ട്രെയിനിൽ ഉച്ചത്തിൽ പാട്ട് വെക്കുക, ഡാൻസ് കളിക്കുക, കൂവലും വിളിയൊക്കെ അങ്ങനെ ആവുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള പാസഞ്ചേഴ്സിനാണ് ബുദ്ധിമുട്ട്. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ഞങ്ങൾ പിന്നെ വേറെ പരാതിപ്പെടാനൊന്നും പോയില്ല. കാരണം ഒന്നുകിൽ അവർ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് കൊണ്ടാകാം അവർ കുറച്ച് നേരം ആ ഒരു പാട്ടൊക്കെ പാടി. ഇപ്പോഴും ആ ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്ത് വരെ നല്ല ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ ഒരു കടലുണ്ടി ഭാഗത്ത് ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്. കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഈ ഭാഗത്താണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 350 മീറ്ററേ ഉള്ളൂ, നടന്നിട്ട് പോകാം. പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. ഇതുവഴിയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇതിലൂടെയും സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റും. എന്തായാലും കുഴപ്പമില്ല. കാരണം ഇവിടുന്ന് കുറച്ച് നടന്നാൽ പിന്നെ നല്ല മരങ്ങളായി. ഇവിടേക്ക് ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ 10 മണി ആയതല്ലേ ഉള്ളൂ. ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അല്ലേ ചൂടാണ്. പിന്നെ അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കേണ്ടി വരും. കൂളിംഗ് ഗ്ലാസ് വെക്കേണ്ടി വരും. നോക്കാൻ പറ്റുന്നില്ല ക്യാമറയിലേക്ക്, അതാണ് മെയിൻ പ്രശ്നം. ഇതുപോലെയുള്ള മരങ്ങളില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മുറിക്കാൻ പാടില്ല. നല്ല തണുപ്പാണ്. ശരിക്കും എന്ത് സുഖല്ലേ. ശരിക്കും മറ്റേ നമ്മുടെ നിലമ്പൂർ റൂട്ടിലൊക്കെ ഒരുപാട് മരങ്ങളില്ലേ, സംഭവം വികസനത്തിന് വേണ്ടി. എന്തിന് നിലമ്പൂർ റോഡ് പറഞ്ഞത്? നമ്മുടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലത്തെ മരം മുറിച്ചില്ലേ അല്ലേ? ഉണ്ടല്ലോ നമ്മുടെ, അത് നമ്മൾ ഒരു വീഡിയോയിൽ കാണിക്കാട്ടോ. നമ്മുടെ ആ ഒരു പാർക്കിംഗ് ഏരിയ 3-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇല്ലേ, അവിടെ പാർക്കിങ്ങിന് പുതിയ ഒരു ഭാഗത്തായിട്ട് നല്ല മരങ്ങൾ ഉണ്ടായതാണ്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വികസനം വരുമ്പം അതിൽ കുറച്ച് മരങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും പോകും. ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ റോഡിൻ്റെ ആ ഒരു ഭാഗത്തെ മനോഹരമായ ഭംഗി പോയത്. ഒരു കാര്യം വരുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഇവിടുന്ന് 2 വഴി കാണിക്കണ്ടല്ലോ, ഇതന്നെ ആയിരിക്കും അല്ലേ? നടന്നു വരുമ്പോൾ ഇവിടെ വലിയൊരു ബോർഡൊക്കെ കാണാം. ഇവിടെ ആൾക്കാരെ ആരും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ അകത്തേക്ക് തന്നെ ആകാം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ചെറിയ തോണിയായിട്ടും കിട്ടുവാണെങ്കിൽ അതിലൂടെ പോകാമായിരുന്നു. ഇനി എങ്ങോട്ട് പോവും? ഇവിടെ ആരെയും കണ്ടാൽ മാത്രമല്ലേ ചോദിക്കാൻ പറ്റുമല്ലേ? ഒരാളെയും കാണുന്നില്ല. ഇങ്ങോട്ടല്ലേ? ഞങ്ങൾക്ക് വഴി തെറ്റി. അതിലൂടെയല്ല, ഇതിലൂടെ തന്നെയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ടു കടലുണ്ടി വള്ളിക്കുന്ന്. ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ബോട്ടിങ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇവിടെ ഉള്ളൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരെ പക്ഷി സങ്കേതത്തിലേക്ക് പോകുന്ന വഴി ഇതാണ്.
എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലൂടെ നടക്കുമ്പോൾ ഈ ഒരു തണുപ്പ് തന്നെയാണ്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളാണുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ചെറിയൊരു വഴി. ഇവിടെയാണ് പക്ഷി സങ്കേതം ഉള്ളത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് ചെറിയ ബോട്ടുകളൊക്കെ കാണാം. ഇതങ്ങ് ആ ഭാഗം വരെയുണ്ട്. അതായത് ഇതിൻ്റെ അകത്തേക്ക് കയറുവാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ നടന്നങ്ങത അവിടം വരെ നമുക്ക് പോകാനായി സാധിക്കും. എന്തായാലും അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് കയറിയേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 8 പേർക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ലാഭം. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. 1000 രൂപയാണ്. 1 മണിക്കൂർ യാത്രയുണ്ട്. ശരിക്കും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ നന്നായേനെ. ഇത് എവിടെയാണ് ആ ഒരു പാലം? അതായത് ഇപ്പോൾ ഇതുവഴി ഒരു ട്രെയിൻ വരാനുണ്ട്. മുംബൈ ലോകമാന്യത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി. ബോട്ടിൽ കയറിയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് അതും കൂടെ കാണാനാവുമോ നോക്കാം. നമ്മുടെ ബോട്ടതാ അവിടെ നിന്ന് വരികയാണ്. ഇവിടെ ബോട്ടില്ല കേട്ടോ, ഇത് തോണിയാണ്. ഈ പക്ഷി സങ്കേതം ഉള്ളതുകൊണ്ട് ഇവിടെ ബോട്ട് പറ്റില്ല. നേത്രാവതി ഇതാ പോവുകയാണ്. ഇതിന്ന് 2 മണിക്കൂർ ഡിലേ ആണ്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു തോണി ഇവിടുന്ന് എടുത്തു. ഒരുപാട് തവണ ഇതിലൂടെ ട്രെയിനിൽ പോകുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇതിലൂടെ ഇതുപോലെയുള്ള തോണികളും പോകുന്നത്. ചേട്ടി ഇത് എത്ര മണിക്കൂറുണ്ട് യാത്ര? 1 മണിക്കൂറുണ്ട്, 2 മണിക്കൂറുണ്ട്. നമ്മളിപ്പോൾ 1 മണിക്കൂറല്ലേ? ഓക്കെ. അപ്പം എവിടേക്കാണ് പോകുന്നത്? കണ്ടൽക്കാട്. ഈ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് നേരത്തെ വന്നാലേ പക്ഷികളെ കാണാൻ. രാവിലെ 7 മണി 8 മണിക്ക് എത്തിക്കഴിഞ്ഞാല് അതുപോലെ തന്നെ ഈ നമ്മുടെ പണ്ട് ട്രെയിൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് പോകുമ്പോ കാണുമോ? അല്ല അല്ല ഓക്കെ. അതെ അതെ. പാലത്തിന്റെ തൊട്ടടുത്തിതാ നമ്മളെത്തി. റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെയാണ്. സൂര്യന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. പക്ഷെ ഇതിൽ ഈ ഒരു റൂഫ് ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ ഇപ്പോൾ ട്രാക്കിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റാഫുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ നല്ല വെള്ളമുണ്ട് ഇവിടെ. ഒരുപാട് തെങ്ങുകളൊക്കെ ഇതാ ആ ഭാഗത്തേക്ക് കാണാം. ഈ കാണുന്ന കരയില്ലേ, ഇത് കടലുണ്ടി പഞ്ചായത്ത്, അതായത് കോഴിക്കോട് ജില്ല. ഇത് അവിടെ ഇല്ലേ ആ കാണുന്നത്, അത് വള്ളിക്കുന്ന് പഞ്ചായത്ത്, അതായത് മലപ്പുറം ജില്ല. 2 ജില്ലകളാണിതാ ഒരേ സമയം നമുക്കിവിടുന്ന് കാണാനായി സാധിക്കുക. അതിലൂടെയൊക്കെ ഇതാ പോകാനുള്ള നല്ല കിട്ടലൻ വഴികളുണ്ട്. അവിടെയും ബോട്ടുകളൊക്കെ കാണാം. ഇതിലൂടെ ഒരുപാട് ഭാഗത്തേക്ക് നമുക്ക് പോകാനായി സാധിക്കും. ഈ ഒരു തോണി പോകുന്നതിന് ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു ചേട്ടൻ പണിയെടുക്കുകയാണ്. പഴയ കളറിലെ ആ ഒരു ഇതല്ലേ, 3 ബോഗി മറിഞ്ഞല്ലേ? വെള്ളമുള്ള സ്ഥലത്ത് ഓ, ഇതിപ്പം മരണം സംഭവിച്ചത് അങ്ങനെ തന്നെയാണല്ലേ?
കിട്ടാണ്ട് മരിച്ചു. അതായത് കുറെ ആൾക്കാർ അങ്ങനെയും ഞാൻ പെട്ടി കിട്ടാൻ മതിയാണല്ലോ അതുണ്ടാവുക. ശരിയാണ്. പിന്നെ പണ്ടത്തെ പോലെ ഫോണും മറ്റു കാര്യങ്ങളും ഒന്നും ആയിട്ടില്ലല്ലോ. അതെ അതെ അതെ. ഫോൺ ഉണ്ടാവുന്നല്ലാണ്ട്. അപ്പൊ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ആംബുലൻസും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് റെഡിയായി വന്നു. അപ്പൊ ഏത് ആശുപത്രി കൊണ്ടുപോയത്? കോഴിക്കോടേക്കാ? ഇതൊക്കെ മലപ്പുറം ജില്ല തന്നെയാണ്. ഈ ഭാഗത്ത് ഏകദേശം ഒരു 110ഓളം വീടുകളുണ്ട്. റെയിൽപാത അതിലൂടെയാണ്. അതായത് ഈ ഒരു കടലുണ്ടിയിലൂടെ നമ്മൾ ട്രെയിൻ വഴി ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ഒരു പാലം കാണും, പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടില്ലേ നേത്രാവതി കടന്നു പോയൊരു ഭാഗം അതുകൊണ്ട്. പിന്നെ അവിടെ എന്താ മറ്റ് ബോട്ടുകളൊക്കെ കാണാം. അവിടെ ഒരു ചെറിയൊരു തോണിയൊക്കെ കാണാം. ഇവിടെ ഇത് നിർത്തിയിട്ട് കാണാൻ എന്ത് ഭംഗിയല്ലേ. വളരെ ശാന്തമായൊരു ഭാഗം. തെങ്ങാണ് ഇവിടെ മുഴുവനും. പിന്നെ ആ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം. ഇനി ഇതാ ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിലൂടെയല്ല, ഇതിലൂടെ. ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല താഴ്ച ഉണ്ടാകാം, വെള്ളം ക്ലിയർ അല്ല. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ പ്ലേസാണ്. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം, അതിന് തന്നെയാണ് ആ ഒരു ഭാഗം. ഈ നേരെ മുന്നിൽ കാണുന്ന ഈ ഒരു കണ്ടൽക്കാടില്ലേ, ഇതിവിടെ വെച്ച് പിടിപ്പിച്ച കണ്ടൽക്കാടുകളാണ്. ഇതിൻ്റെ ആ ഒരു വേരൊക്കെ ഇതാ. അതെ അതെ, ഇതിൻ്റെ മുകളിലേക്ക് ഇതാ അതിൻ്റെ ആ വിത്തുകളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ. ഇത് എത്ര വർഷമായി? 25 വർഷമല്ലേ? 25 വർഷം കഴിഞ്ഞത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. അതായത് ഈ ഒരു വെച്ച് പിടിപ്പിച്ച ഒരു കണ്ടൽക്കാടില്ലേ, അതിൻ്റെ അകത്തേക്ക് തന്നെ. ഇതാ ഇതിലൂടെയാണ് ആ ഒരു ചെറിയ വഴി. ഒരു ചെറിയൊരു തോണിക്ക് പോകാൻ പറ്റിയ സ്പേസ് ഉണ്ട്. ദുരന്തവൻ്റെ ഹോണടി തന്നെയാണ് അത് പോട്ടെ. ഇതിൻ്റെ വേരുകളൊക്കെ കണ്ട. ഇതാണ് ആ ഒരു വഴി. എന്താലേ, ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വേറൊരു ലോകത്തെത്തിയ പോലെ തന്നെയാണ്. നല്ല തണുപ്പ്, നല്ല ശാന്തത, പക്ഷികളുടെ കരച്ചിലുകൾ മാത്രം. ദുരന്തോ ഇതാ കടന്നു പോവുകയാണ്. ഇന്ന് വൈകുന്നേരം എറണാകുളം ജംഗ്ഷനിലെത്തും. അതായത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അകത്തു നിന്നാണ്. നമ്മളതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി. ഇവിടേക്ക് ഇതൊക്കെ പ്രകൃതിപരമായിട്ടുണ്ടായ കണ്ടൽക്കാടുകൾ തന്നെയാണ്. ഇതിൻ്റെ അകത്തൂടെയായിരുന്നു ഇത്ര നേരം വന്നത്. ശരിക്കും ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് വന്നു. ഇതിലൂടെയും പോകാനുള്ള ചെറിയ വഴിയൊക്കെ ഉണ്ട്. ഇനി പോകുന്നത് റെയിൽവേ പാലത്തിൻ്റെ ഒരു താഴെ ഭാഗത്തേക്കാണ്. കടലുണ്ടിയിലൂടെ ഇതുപോലുള്ള തോണിയിൽ യാത്ര ചെയ്യുമ്പം പഴയൊരു ഓർമ്മയുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ മറിഞ്ഞ ഒരു ഓർമ്മ. അതായത് 2001 ജൂൺ 22-നാണ് ആ ഒരു അപകടം ഇവിടെ ഉണ്ടായത്. മംഗളൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന മെയിൽ ഇവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്കാണെന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഒരു ട്രെയിൻ മറിഞ്ഞ ഭാഗം അവിടെയാണ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്.
പാലത്ത് പോകുന്നത്. ഇത്രയും നല്ലൊരു സീനറി ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പാലത്തിൻ്റെ തൊട്ട് താഴേക്കിതാ നമ്മളെത്തി. പഴയ പാലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കെന്തായാലും കാണാം. അതിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടില്ല ആ ഭാഗത്ത്. ഇത് 2 പുതിയ പാലങ്ങളാണ്. നമ്മൾ നേരത്തെ ബോട്ട് കയറാൻ വരുന്നതിൻ്റെ അവിടുന്ന് കണ്ട ഒരു പാലാണ് അങ്ങ് മുന്നിലായിട്ട്. ഇതിൻ്റെ 2ൻ്റെ ആ ഭാഗത്ത് തന്നെയാണിതാ പഴയ പാലം. അങ്ങ് അവിടെ ആയിട്ടാണ് അന്ന് ആ ഒരു ട്രെയിൻ മറിഞ്ഞത്. ആ ഒരു ഭാഗത്തെ പാലം പൊട്ടിയിട്ടാണ് ട്രെയിൻ ഇതിലോട്ട് മറിയുന്നത്. 3ാമത്തെ ആ ഒരു ഭാഗമില്ലേ, അതാണ് പൊട്ടിയത്. ഇതാണ് ആ ഒരു പഴയ പാലത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച. നേരെ കാണാം. ഇന്നിതിലൂടെ പോകുമ്പോൾ ആ ഒരു ഓർമ്മകൾ നമുക്കൊന്ന് പുതുക്കിയെടുക്കാം. അങ്ങ് അവിടെയുള്ള ആ ഒരു ഭാഗമാണ് അന്ന് വില്ലനായി മാറിയത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ള ഒരു ഭാഗം ആ ഒരു 3ാമത്തെ ഇതുള്ള ഭാഗത്താണ്. അവിടെ തന്നെയാണ് അന്ന് ട്രെയിൻ മറിഞ്ഞതും. ഇവിടെ ഇപ്പോൾ വേലിയേറ്റം ആയതുകൊണ്ടാണ് ഈ കൊക്കുകളൊക്കെ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. കാരണം ഇവിടെ കര എത്ര അടുത്താണിത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഈ ഒരു തോണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പം മുഴുവനും ഇവിടുന്ന് പാറിപ്പോകാനുള്ളൊരു സാധ്യത കാണുന്നു. ഇവിടെ ഒട്ട് വെള്ളമില്ല, അതുകൊണ്ട് ഇറങ്ങി തോണി തള്ളുകയാണ്. നല്ല രസമല്ലേ? ഇവിടെ അത്രയും കാണാം ഇതിൻ്റെ അകത്തെ ഒരു കാഴ്ചയൊക്കെ. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ കയറി ആ ഒരു ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഒരു ട്രെയിൻ വരുന്നത് കാണാം. മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്. അങ്ങനെ ഇതാ നമ്മളിവിടെ തന്നെ തിരിച്ചെത്തി. വെൽക്കം ടു കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. പിന്നെ ഇവിടെയും, അതായത് ഇവിടെ ഉള്ള കുറച്ച് ദേശാടന പക്ഷികളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ പോയ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലുള്ള കണ്ടൽ ചെടികളുടെ പേരൊക്കെ വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതുവഴി നടക്കാനുള്ള നല്ലൊരു വഴിയുണ്ട്. ഇവിടെ ഒരുപാട് തോണികളുണ്ട്. ഇത് ഇവിടെയൊക്കെ നിർത്തിയത് കാണാം. പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ്. വന്നിരിക്കാനുള്ള ബെഞ്ചുകളും
എല്ലാം കൊണ്ട് അടിപൊളി തന്നെയാണ്. എന്തായാലും ഈ ഭാഗം ടൂറിസത്തിന് അത്രയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം കടലുണ്ടിയിൽ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതിനെക്കാട്ടി കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്. ഒന്നാമതായി നമുക്ക് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അതെന്തായാലും അടിപൊളിയായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1000 രൂപയാണ് തോണിക്ക് വന്ന് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം പറയുകയാണല്ലോ 8 പേർക്കാണ് പോകാൻ പറ്റുക. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് കൂടെ തന്നെ വേറെ ഒരുപാട് ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് ഷെയർ ഒക്കെ ചെയ്തിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരാൾക്ക് 125 രൂപയാണ് വരിക. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഈ പാലത്തിൻ്റെയൊക്കെ ഒരു കാര്യം പറയുമ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ, അതായത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ബോട്ടിൻ്റെ കുറച്ച്, അതായത് ഈ തോണീൻ്റെ കുറച്ച് ഭാഗമുണ്ടല്ലോ, അത് കഴിഞ്ഞാടും ഈ ഒരു പാലമുണ്ട്. ഇത് കഴിഞ്ഞാടും നടുഭാഗത്ത് ഒരു ചെറിയൊരു ദ്വീപുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ നമ്മുടെ ചെന്നൈ മെയിലില്ലേ, അത് മറിഞ്ഞ ആ ഒരു പാലം വരുന്നത്. അതായത് ഈ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനിപ്പം നേരെ ടൗൺ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ വല്ല ഹോട്ടലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി ഊണ് കഴിക്കാമെന്നാണ് കരുതിയത്. ഊണില്ല, അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗമൊക്കെ എവിടെയാണ്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ലെവൽ ക്രോസിംഗ് ഇതാ ഇവിടെയാണ്. അങ്ങ് അവിടെ ഒരു ബസ്സൊക്കെ നിർത്തിയതും കാണാം. അത്യാവശ്യം നല്ല റോഡുകളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. നല്ല ചൂടല്ലേ. 2 ഷാർജ കൂടെ ഞങ്ങൾ ഇവിടുന്ന് ഇതാ കുടിക്കുകയാണ്. ഫറോക്കിലേക്ക് പോകുന്നൊരു ബസ് ഇവിടെ ഇതാ വന്നിട്ടുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഇതുവഴിയാണ് കയറി പോകുന്നത്. വെറുതെ ഇങ്ങോട്ട് പോകണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ ഗേറ്റ് അടക്കും. ഇവിടെ വണ്ടി വരാനുണ്ട്. തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇതിൽ കയറാമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നീലേശ്വരം ഭാഗത്ത് എത്തിയേനെ. ഇനിയിപ്പോൾ ഇതുവഴി 2 ട്രെയിനുകളാണ് അടുപ്പിച്ച് ഒരേ സമയം കടന്നു പോവുക. ഒരു ട്രെയിൻ ഇപ്പോൾ വള്ളിക്കുന്ന് കഴിഞ്ഞു. അതായത് യശ്വന്ത്പൂരിൽ നിന്ന് മംഗളൂരു സെൻട്രലിലേക്ക് വന്ന വീക്ക്ലി എക്സ്പ്രസ്. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കുള്ള ജനശതാബ്ദി. യശ്വന്ത്പൂർ മംഗളൂരു സെൻട്രൽ വീക്ക്ലി എക്സ്പ്രസ്. ഇവിടെ ഈ ഒരു സ്റ്റേഷനിലൊരു ചെറിയൊരു വളവുള്ളതുകൊണ്ട് നല്ല രസമാണ്. JS വരികയാണ്. ഇതൊരു കിടിലൻ സർവീസാണ്. പക്ഷെ ഇതിൻ്റെ നിലവിലത്തെ കോച്ചുകൾ മാത്രമാണ് ഒരു പ്രശ്നം. ഇത് ഉടനെ തന്നെ LHP-യിലേക്ക് മാറും എന്തായാലും. ഇവിടെയുള്ള ആകെയുള്ളൊരു പ്രശ്നം, ഇവിടെ ഒരു മേൽപ്പാലം വേണം. കാരണം അത് ഈ ഓരോ സമയത്ത് ഈ ട്രെയിൻ പോകുന്ന സമയത്ത് ഇതിങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് നിൽക്കണ്ടേ. ഇത്രയും തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണല്ലോ ഇത്. കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പറയുമ്പോൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് ഇവിടെ പറഞ്ഞ ആ ഒരു തീവണ്ടി അപകടം തന്നെയാണ്. 2001 ആ ഒരു തീവണ്ടി അപകടം നടന്ന ഒരു പാലത്തിൻ്റെ നമ്പർ വരുന്നത് 924 എന്നാണ്. നമ്മുടെ തോണിയിലത്തെ ചേട്ടനില്ലേ,
ആ ഒരു അപകടം നടന്ന സമയത്തിൽ മുഴുവനുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് പറയണ്ടേ. കാരണം ആ ഒരു സമയത്തെ രക്ഷാദൗത്യത്തിലൊക്കെ ആ ഒരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നേ. കൂടാതെ തന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ മംഗലാപുരം സെൻറ്ററിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് 1:55 MGR സെൻറ്ററിലേക്ക് എടുക്കുന്ന ആ ഒരു മെയിൽ തന്നെയാണ് കേട്ടോ അപകടത്തിൽപ്പെട്ടത്. ഞാനുണ്ടല്ലോ ആ ഒരു സമയത്ത് ആ ഒരു ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റ് ഇല്ലേ, ആ ലോക്കോ പൈലറ്റിൻ്റെ അനുഭവമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും അതൊന്നും മറക്കാൻ പറ്റില്ല. കൂടാതെ തന്നെ ഈ കടലുണ്ടി പോലെ തന്നെ മറ്റൊരു അപകടം തന്നെയാണ് കൊല്ലം ജില്ലയിൽ പെരിനാട് അടുത്ത്, അതായത് പെരുമണ്ണും ദുരന്തവും. ഈ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പുള്ളൂ. പ്രധാനപ്പെട്ട ദീർഘദൂര വണ്ടി ചെന്നൈ എഗ്മോർന്ന് മംഗളൂരു സെൻട്രലിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. അതിൽ തന്നെയാണ് ഞങ്ങൾ ഇനി കയറി നേരെ നീലേശ്വരത്തേക്ക് പോകുന്നത്. ആ ട്രെയിൻ ഇവിടെ 1:37 എത്തേണ്ടത്. പക്ഷെ വണ്ടി ഏകദേശം ഒരു അരമണിക്കൂറോളം ഡിലേ ആണ്. 2 മണി കഴിയും എന്തായാലും വണ്ടി ഇവിടെ എത്താൻ. പിന്നെ അതിന് മുന്നേ തന്നെ വേറൊരു ട്രെയിൻ കൂടി ഉണ്ട് നമ്മുടെ ഭാഗത്തേക്ക്. അത് കോയമ്പത്തൂർ ജംഗ്ഷന്ന് മംഗളൂരു സെൻട്രലിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. അതിന് ഏകദേശം 40 മിനിറ്റോളം ഡിലേ ആണ്. എറണാകുളത്ത് നിന്ന് ഗോവയിലെ മഡ്ഗാവിലേക്ക് പോകുന്ന വീക്ക്ലി എക്സ്പ്രസ്. ഒന്നേ 37 എത്തേണ്ട വണ്ടിയാണ്. 2:42 ഇപ്പോൾ. ഒരുപാട് ഡിലേ ആയി വണ്ടിയിൽ നിന്ന്. റോയാപുരത്തിൻ്റെ WP7 ആണ് ലോക്കോ. സ്ലീപ്പർ ക്ലാസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. S3. ഇത് എവിടെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. ഈ ഒരു മുൻഭാഗം ഇവിടെ തന്നെ ഈ കോച്ച് 2014 നിർമ്മിച്ച കോച്ച്. ആരും ഇല്ലല്ലോ ഇതിൻ്റെ അകത്തൊന്നും. ഇതിൻ്റെ അകത്തൂടെ നടക്കാം, വെറുതെ അങ്ങോട്ട് ഈ വെയിലത്ത് നടക്കണ്ട. ട്രെയിനിൻ്റെ അകത്തൊന്നും തിരക്കേ ഇല്ല. ഇതാ ഇവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തു. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഫെറോക്ക്. നമ്മൾ നേരത്തെ വന്നു നിന്ന ഒരു സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അത്. അങ്ങനെ കടലുണ്ടിയോടിതാ ഇവിടെ പറയുകയാണ്. മൂന്ന് 5 ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. എറണാകുളം മഡ്ഗാവ് വണ്ടി പോയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിപ്പോൾ 1 മണിക്കൂർ ഡിലേ കൂടി ആയല്ലോ. പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ, തിരക്കുണ്ട് ഇവിടെ. ഈ വണ്ടിക്ക് എപ്പോഴും തിരക്ക് തന്നെയാണ്. അൺറിസർവ്ഡ് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഈ ട്രെയിനിൽ ഞങ്ങൾ ഇന്നലെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരുപാട് കറണ്ട് അവൈലബിൾ പോലും ഉണ്ടായിരുന്നു. കടലുണ്ടിയിൽ നിന്ന് നീലേശ്വരത്തേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. 5:05 ട്രെയിൻ ഇപ്പോൾ കണ്ണൂരേക്ക് എത്തുകയാണ്. കണ്ണൂർ ഷൊർണൂർ വണ്ടിയാണിത്. കടലുണ്ടിയിൽ നിന്നും 157 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 6:06 ഇപ്പോൾ. ഇവിടെ 4:50 എത്തേണ്ടത്. ഇത്രയും ഡിലേ ആണ്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പുറത്ത് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം മുറിച്ച് ഇവിടെ ഇപ്പോൾ പുതിയ പാർക്കിംഗ് ആണ് വരുന്നത്. നമ്മൾ വന്ന വണ്ടി ഇതാ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയി. അവിടെ നിന്ന് ഇനിയിപ്പോൾ 6:30 ഒരു ബസ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക്. അതിൽ കയറി ഒരു 7:40 ആകുമ്പം ഇവിടെ എത്തും. 1 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് ബസ്സിൽ. നമ്മളൊരു KSRTCയിൽ കയറിയേ. ഈ ബസ്സിൽ കയറിയിട്ട് ഭീമനടി എന്നൊരു സ്ഥലത്തിറങ്ങണം. അവിടുന്ന് വീണ്ടും ബസ് മാറി കയറാനുണ്ട്. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇത് വെള്ളരിക്കുണ്ട് എന്ന ഒരു ഭാഗത്തേക്ക് വന്ന ബസ്സാണ്. അവിടുന്ന് പിന്നെ വേറെ ബസ്സിൽ കയറിയിട്ട് ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ബസ്സിൽ നിന്ന് ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ബസ്സൊക്കെ മാറി കയറി വീട്ടിൽ തിരിച്ചെത്തിയേ. ഈ ഒരു മാസത്തിലെ ചൂട് എടുത്തു പറയേണ്ടത് തന്നെയാണ്.
ഞങ്ങൾ ഒരുപാട് കിലോമീറ്റർ ബാഗും എടുത്ത് നടക്കുന്നുണ്ടല്ലോ. ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ക്ഷീണം വരിക. നമ്മുടെ മുഖത്തിന്റെ ഒരു കോലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതായത് കടലുണ്ടിയിലത്തെ ആ ഒരു വീഡിയോ ഒക്കെ ചിത്രീകരിച്ച ശേഷം സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ടയർഡായി എന്ന് പറയാം. പിന്നെ സ്വാഭാവികമായിട്ടാണല്ലോ കാര്യം. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പണിത ആ ഒരു പാലത്തിന്റെ ഒരു പഴയ ഒരു ഓർമ്മകളും കടലുണ്ടിന് കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത്. ഇനി ഞങ്ങളൊരു ഇന്റർനാഷണൽ യാത്രയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യത്തേക്കൊന്നല്ല പോകുന്നത്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പറന്ന് പോകാനുണ്ട് ആ ഒരു രാജ്യത്തേക്ക്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ച് അതൊക്കെ പരിഹരിച്ച് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുമല്ലേ? അതായത് ആ രാജ്യത്തേക്ക് പോകാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മള് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ പരിഹരിച്ച് ഞങ്ങൾ എന്തായാലും പോകും. നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ്. അതെ. അപ്പൊ എന്താ പറയാ, നിങ്ങൾ അടുത്ത ദിവസം മുതൽ കാണുന്നത് ആ രാജ്യത്തിന്റെ ഓരോ വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ശ്രീലങ്കയിൽ പോയില്ലേ? ശ്രീലങ്കയിൽ പോയിട്ട് ഒരുപാട് ദിവസം അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നതാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തേക്ക് പോയിട്ടും വീഡിയോ ഒക്കെ വരുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.